ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങളെ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലവിധമാവുന്ന വിഷമഘട്ടങ്ങളിലൊക്കെയും പലവിധമാവുന്ന പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ സഹായിക്കാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസമൊക്കെ കടന്നു വരുന്ന സമയങ്ങളിൽ നാം ദൈവത്തിൻ്റെ വചനം അങ്ങിരുന്ന് വായിക്കുമ്പോൾ എന്തോ ഒരു വലിയ ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അതെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം അത്രത്തോളം ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം അത്രത്തോളം ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പലപ്പോഴും ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, പലവിധമാവുന്ന രോഗങ്ങളിൽ ഭാരപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വേദഭാഗം 34-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുകയാണ്: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവ് എനിക്ക് ഉത്തരമരുളി. ദാവീദ് പറയുകയാണ്, കർത്താവേ, എൻ്റെ പ്രതികൂല അവസ്ഥകളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ശത്രു എന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച സമയത്തൊക്കെയും ആ സമയത്ത് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് ഉത്തരമരുളി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് നിലവിളിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയും നിലവിളിയും ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ വായിക്കുന്നെന്താ? ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അവിടെ താഴോട്ട് വായിക്കുന്നത്, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്തുകൊണ്ടാണ് ദാവീദിന് അവിടെ ഉത്തരം ദൈവം കൊടുത്തതിൻ്റെ കാരണം? ദാവീദിൻ്റെ ജീവിതത്തിൽ ഭയമില്ലായിരുന്നു. ഏത് പ്രതികൂലത്തിലും ദൈവം എന്നെ വിടുവിക്കുമെന്നൊരു ഉറച്ച തീരുമാനം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട് വായിക്കുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയൊരു സങ്കീർത്തനം. അതായത് ദാവീദ് ഒരു ശത്രുവിൻ്റെ കയ്യിൽപ്പെട്ടു. ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി അവരന്വേഷിച്ച് നടന്നിരുന്നായിരുന്നു. അവന് ദാവീദിനെ കയ്യിൽ കിട്ടി. ദാവീദിനെ കൊന്നുകളയുമായിരുന്നു. എങ്കിലും ദാവീദ് അവിടെ ബുദ്ധിഭ്രമം നടിച്ചു, ഒരു ഭ്രാന്തുള്ളവനെ അഭിനയിച്ചു. ദൈവം അവിടുന്ന് ദാവീദിനെ ദൈവം മാനിച്ചു, അവിടുന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ അവിടെ വായിക്കുന്നെന്താ? ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. സകല ഭയങ്ങളിൽ നിന്നും യഹോവ എന്നെ വിടുവിച്ചു. ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തന്, ദൈവത്തെ അധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഒരിക്കലും ജീവിതത്തിൽ പാടില്ലാത്ത ഒന്നാണ് ഭയം. ഒരു വിഷയത്തെ പറ്റി നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരരുത്. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളെ പറ്റി ഭയപ്പെടാൻ പാടില്ല. ഒരിക്കലും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുക, നിങ്ങൾ എന്തോ ഭയപ്പെടുമോ അത് നിങ്ങൾക്ക് ഭവിക്കുമെന്ന് സദൃശവാക്യം പറയുകയാണ്. സദൃശവാക്യം 1-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരു വിഷയത്തിലും ഭയപ്പെടാൻ പാടില്ല. ഇയ്യോബിന് പറ്റിയൊരു അബദ്ധമാണ്. തൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് പിന്മാറിപ്പോകുമോ, ദൈവത്തെ വിട്ട് പൊയ്ക്കളയുമോ എന്നൊരു ഭയം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോഴാണ് സാത്താൻ ഇയ്യോബിന് മേൽ ദൃഷ്ടി വച്ചത്, തൻ്റെ മക്കളെ തനിക്ക് നഷ്ടമായത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നശിച്ചു പോകും, അവർ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകുമോ അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നൊരു ഭയമൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അവിടെ സദൃശവാക്യത്തിൽ 1-ാം അധ്യായം 26-27 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ, നിങ്ങൾ ഭയപ്പെടുന്നത് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമെന്നവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ പറയുകയാണ്. പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നാം ഒന്നിനെയും ഭയപ്പെടാൻ പാടില്ല.
കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും, ഞാൻ ആരെ ഭയപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനോട് വായിക്കുകയാണ്. ദൈവം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ നാം ആരെയാണ് പേടിക്കേണ്ടത്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവിടെ അതിൻ്റെ 5-ാമത്തെ വാക്യം, 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. പലപ്പോഴും മനുഷ്യരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ മുഖം വാടിപ്പോകാനേ ചാൻസ് ഉള്ളൂ. കാരണം നമ്മളെ അധികമായി സ്നേഹിക്കുന്നവർ നമ്മളെ കുറ്റം പറയുമ്പോൾ, നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, നമ്മളെ പരിഹസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മുഖം എന്ത് സംഭവിക്കും? അവിടെ വാടിപ്പോകും. നമ്മളെ കാണുമ്പോൾ നല്ലത് പറയാൻ ചിലപ്പോൾ ആരും കാണുകയില്ല. പക്ഷേ അവിടെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന മനുഷ്യൻ ഏത് പ്രതികൂലത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസഘട്ടങ്ങളിലും മനുഷ്യരേക്കല്ല ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തു സംഭവിക്കും? നീ പ്രകാശമായി തീരുവന്തക്കൂടെ എത്തി. നമ്മുടെ ഇരുളുകൾ മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ അവിടെ വായിക്കുന്ന അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഒരിക്കലും മനുഷ്യൻ നമ്മെ പറ്റി ആഗ്രഹിക്കുന്ന എന്താ? മറ്റുള്ള മുമ്പിൽ നാം ലജ്ജിച്ചു പോകണം, നശിച്ചു പോകണം എന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്ന എന്താ? ഒരിക്കലും നമ്മുടെ മുഖം ലജ്ജിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടുവാനോ, ആരുടെ മുമ്പിൽ പോയി സഹായം അഭ്യർത്ഥിക്കുവാനോ ദൈവം ഒരിക്കലും നമ്മെ അനുവദിക്കുകയില്ല. കാര്യം ഒരു ദൈവത്തിൻ്റെ ഭക്തൻ അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവൻ വിശ്വാസത്തോടു കൂടിയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ സഹായിക്കും എന്നുള്ള ഒറ്റ വിശ്വാസം കൊണ്ടാണ് ഒരു ദൈവത്തിൻ്റെ ഭക്തൻ മുന്നോട്ട് പോകുന്നത്. അവിടെ 6-ാമത്തെ വാക്യത്തിൽ, 34-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഒരു ദാവീദ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മനുഷ്യനല്ല, ഒരു രാജാവാണ്. ആ രാജാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി ഒരു എളിയവനായിട്ട് ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുകയാണ്. ഞാൻ ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞാൻ തന്നെ വലിയ ആൾ, എനിക്ക് എന്തൊക്കെ അറിയാം, ഞാൻ തന്നെ ഏറ്റവും വലുതെന്നൊരു ചിന്ത, ഒരു അഹങ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മുടെ പരാജയത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് എത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിച്ചാലും, എത്രത്തോളം ദൈവം നമ്മളെ മാനിച്ചാലും, ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ ഞാൻ എളിയവനാണ്, ഞാൻ ഒന്നുമല്ലാത്തവനാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ, അല്ലാതെ മറ്റുള്ളവരോട് നീ പറയണ്ട എനിക്കൊന്നുമില്ല, എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് അതില്ല ഇതില്ല എന്ന് നീ ആരോടും പറയണ്ട. ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നീ താഴ്മയുള്ളവനായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. അവിടെ വായിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഈ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നാം എല്ലാവരും എളിയവരാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം സർവശക്തനാണ്. അവിടെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇയ്യോബിൻ്റെ കാര്യം പറഞ്ഞു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒന്നൊരു കുറവില്ലായിരുന്നു. ധനവും മാനവും സമ്പത്തും, ആൾ കോടീശ്വരനായിരുന്നു. എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നു. എന്നിട്ടും അവിടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ആ മനുഷ്യൻ. കാര്യം എന്താ? ഒരു ദൈവത്തെ അധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു ഭക്തൻ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയുകയില്ല. പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയോ മറ്റൊന്നിനും വേണ്ടി ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയില്ല. നമുക്കറിയാം, പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, റോമർ 8:35, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ വാളോ നഗ്നതയോ മരണത്തിനോ ഒന്നും ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ കഴിയുകയില്ല. അതായത് കഷ്ടത വന്നാലും ശരി, പട്ടിണി വന്നാലും ശരി, നഗ്നത വന്നാലും ശരി, എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും ശരി, ദൈവത്തെ രുചിച്ചറിഞ്ഞവൻ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവ്. പലപ്പോഴും എൻ്റെ ദൈവം എത്രത്തോളം നല്ലവനെന്ന് നാം ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ കഷ്ടതയിലും നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ വേദനകളിലും
നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ നല്ലവനാണ്, അത് ആർക്ക് രുചിച്ചറിയാൻ സാധ്യം? അപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്, എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവത്തെ രുചിച്ചു നോക്കുക, അത്രത്തോളം സ്നേഹമുള്ളതാണ് എൻ്റെ കർത്താവ് എന്ന് അവിടെ ദാവീദ് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിലേക്ക് എത്ര പ്രയാസങ്ങൾ വന്നിരുന്നാലും ശരി, എത്ര പ്രതികൂലങ്ങൾ വന്നിരുന്നാലും ശരി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, യഹോവ എന്നെ തള്ളിക്കളയുകയില്ല, യഹോവ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഒറ്റ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് അവിടെ വായിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ നിലവിളിയെ ഒരിക്കലും ദൈവം ശ്രദ്ധിക്കാതിരിക്കില്ല, കേൾക്കാതിരിക്കയില്ല. അതുകൊണ്ട് ദൈവം നല്ലവനെന്ന് രുചിച്ചറിവിൻ. അതുകൊണ്ട് ഏത് പ്രയാസം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും സങ്കടപ്പെടേണ്ട, ദൈവം നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.